തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ദോലനം അഥവാ ഓസിലേഷൻ. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ദോലനം അഥവാ ഓസിലേഷൻ. ഊഞ്ഞാലിന്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലന ചലനം. ഊഞ്ഞാലിന്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലന ചലനം. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം എന്നറിയപ്പെടുന്നത്. ദോലനം അഥവാ ഓസിലേഷൻ. ഊഞ്ഞാലിന്റെ ചലനം ദോലന ചലനമാണ്. തുലനസ്ഥാനത്തുനിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവേത്? ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. തുലനസ്ഥാനത്തുനിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി. ആയതിയുടെ SI യൂണിറ്റ് ഏത്? മീറ്റർ. ആയതിയുടെ SI യൂണിറ്റ് മീറ്ററും. ആയതി എന്നാൽ തുലനസ്ഥാനത്തുനിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവിനെയാണ് ആയതി ആംപ്ലിറ്റ്യൂഡ് എന്ന് സൂചിപ്പിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഒരു ദോലനം. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ദോലനം. ഒരു ദോലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ദോലന ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? 2 സെക്കൻഡ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? 2 സെക്കൻഡ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 2 സെക്കൻഡ്. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? 0.5. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും? 0.5. പഴയകാലത്തെ പെൻഡുലം ക്ലോക്കുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത്? ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. പഴയകാലത്തെ പെൻഡുലം ക്ലോക്കുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. പഴയകാലത്തെ ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ നീളം എത്ര? 99.35 സെന്റിമീറ്റർ. പഴയകാലത്തെ ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ നീളം 99.35 സെന്റിമീറ്റർ. സെക്കൻഡ്സ് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം ഏത്? ഇൻവാർ. സെക്കൻഡ്സ് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം ഏത്? ഇൻവാർ. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എങ്ങനെ അറിയപ്പെടുന്നു? പീരിയഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എങ്ങനെ അറിയപ്പെടുന്നു? പീരിയഡ്. പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ഏത്? സെക്കൻഡ്. പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ഏത്? സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഹെർട്സ്. ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഹെർട്സ്. ഫ്രീക്വൻസി എന്നാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്ന പേരാണ് ആവൃത്തി, ഫ്രീക്വൻസി. അതിന്റെ SI യൂണിറ്റ് ഹെർട്സ്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറിച്ച് റൂഡോൾഫ് ഹെർട്സ്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറിച്ച് റൂഡോൾഫ് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? ഹെൻറിച്ച് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. ആരോടുള്ള ആദര സൂചകമായാണ് ആവൃത്തിക്ക് ഹെർട്സ് എന്ന യൂണിറ്റ് നൽകിയത്? ഹെൻറിച്ച് ഹെർട്സ്. ഒരു പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. ഒരു പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. അപ്പോൾ ഒരു പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു.
1 കിലോ ഹെർട്സ് എന്നത് എത്രയാണ്? 1000 ഹെർട്സ് അഥവാ 1000 ഹെർട്സ്. 1 മെഗാ ഹെർട്സ് എന്നത് എത്രയാണ്? 10 ലക്ഷം ഹെർട്സ്. ഏതുതരം പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്യൂണിംഗ് ഫോർക്കുകൾ? ശബ്ദവുമായി ബന്ധപ്പെട്ടത്. ഏതുതരം പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്യൂണിംഗ് ഫോർക്കുകൾ? ശബ്ദവുമായി ബന്ധപ്പെട്ടത്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. വസ്തുവിന്റെ ഈ ആവൃത്തി എങ്ങനെ അറിയപ്പെടുന്നു? സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. വസ്തുവിന്റെ ഈ ആവൃത്തി എങ്ങനെ അറിയപ്പെടുന്നു? സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? വസ്തുവിന്റെ നീളം, വലിപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മേശപ്പുറത്ത് വെച്ചിരുന്ന മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ ഡാഷ് ആണെന്ന് പറയാം. അനുനാദത്തിലാണെന്ന് പറയാം അഥവാ റിസൊണൻസിലാണെന്ന് പറയാം. അനുനാദത്തിന് വേദീയമാകുന്ന വസ്തുവിന്റെ കമ്പനം എപ്രകാരമായിരിക്കും? പരമാവധി ആയതിൽ. പ്രണോദിത കമ്പനം, അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? MRI സ്കാനിംഗ്, റേഡിയോ ട്യൂണിംഗ്. പ്രണോദിത കമ്പനം, അനുനാദം എന്നിവ പ്രയോജനപ്പെടുത്തിയുള്ള സംഗീതോപകരണങ്ങൾ ഏവ? ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം. ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതകൾ ഏവ? പ്രണോദിത കമ്പനവും അനുനാദവും. 250 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള വായു ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നു? 250 തവണ. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതെന്ത്? തരംഗചലനം. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന മാർഗമേത്? തരംഗചലനം. വിവിധ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശതരംഗം, ശബ്ദതരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? സീസ്മിക് തരംഗം, ശബ്ദതരംഗം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗത്തിന് ഉദാഹരണം ഏവ? റേഡിയോ തരംഗം, പ്രകാശതരംഗം. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതിനം തരംഗങ്ങളായാണ്? അനുദൈർഘ്യ തരംഗങ്ങളായി. വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഏതിനം തരംഗങ്ങളെയാണ് സഞ്ചരിക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളായി. വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഏതിനം തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളായി. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ആയതി, ആവൃത്തി, പിരീഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം. തരംഗചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനം എങ്ങനെ അറിയപ്പെടുന്നു? ഒരു സൈക്കിൾ. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നുപോകുന്ന സൈക്കിളുകളുടെ എണ്ണമെത്ര? തരംഗത്തിന്റെ ആവൃത്തി. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം എന്ത്? തരംഗദൈർഘ്യം. മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമായതെന്ത്? തരംഗദൈർഘ്യം. രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലത്തെ അനുപ്രസ്ഥ തരംഗത്തിന്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാനുള്ള ഗ്രീക്ക് അക്ഷരം ഏത്? ലാംഡ. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്ത്? മീറ്റർ. അടുത്തിടെ രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യത്തിന്റെ എന്തായി കണക്കാക്കാം? തരംഗദൈർഘ്യം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം എന്ത്? തരംഗവേഗം. തരംഗവേഗത്തിന്റെ യൂണിറ്റ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ്.
ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിച്ചാൽ തരംഗവേഗം എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് ഏത് അനുപാതത്തിലായിരിക്കും? വിപരീത അനുപാതത്തിൽ. ആവൃത്തിയുടെ തരംഗദൈർഘ്യത്തിന്റെയും ഗുണനഫലം എന്തായിരിക്കും? തരംഗവേഗം. 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദതരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണ്. ശബ്ദവേഗം കണക്കാക്കുക. 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി യാന്ത്രിക തരംഗങ്ങൾ നോക്കാം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈദ്യുതകാന്തിക തരംഗങ്ങൾ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് വിഭാഗത്തിലാണ്? യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ്. രണ്ടു വിധത്തിലുള്ള യാന്ത്രിക തരംഗങ്ങൾ ഏതെല്ലാം? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും അറിയപ്പെടുന്നു.